പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലബാറിൻ്റെ ബോക്സ് കേട്ടോ. കമ്മലൊന്നും ജസ്റ്റ് മാറ്റിയിട്ടു കേട്ടോ. എപ്പോഴും എല്ലാവരും ചോദിക്കും എത്രയാ കാത് കുത്തിയെന്ന്. ഇതിലൊന്ന് എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അത് ആ ഒരു സമയത്തൊക്കെ ഈ സൈഡിലേക്കായിരുന്നു ഞാൻ മുടി ഇടാറ്. അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഒന്ന് എക്സ്ട്രാ കുത്തിയതായിരുന്നു. എനിക്കത് മറ്റേ ബുഗാട്ടി ഇടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ഒരു അറിവിൽ ഈ ഒരു സ്റ്റോണാണ് ഭംഗി. ആദ്യം റിങ്ങായിരുന്നല്ലോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇതേ ഈ കമ്മലിൻ്റെ ഇതുമ്മലല്ല, ഇതുമ്മ തന്നെ ഉണ്ടെന്ന്, സോറി ഇതല്ലേ, മറിപ്പോയി. ഒരുപാട് ഫാൻസ് ഉള്ള കമ്മലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റോണ് പോയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റോണ്, ഇതിൻ്റെ 2 സ്റ്റോണ് പോയിട്ടുണ്ട്. അപ്പോൾ കൈക്ക് ഈ പരിക്ക് പറ്റിയത് കൊണ്ട്, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട്, ഞാൻ പറഞ്ഞില്ല മിനിയാന്ന് വരയ്ക്കാനിരിക്കാൻ പുറപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു 2 ദിവസം ഒടുങ്ങി വെയിറ്റ് ചെയ്യും, നമുക്ക് ലൈഫ് ലോങ് വരയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ 2 ദിവസം ഒടും പറഞ്ഞാൽ കേൾക്കാണ്ട് നിന്നിട്ട് എന്തെങ്കിലും പറ്റിപ്പോയാൽ എല്ലാവരും കുറ്റപ്പെടുത്തും. അപ്പം ഞാൻ വിചാരിച്ചു 2 ദിവസം ഒടും ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ 2 ദിവസം ഒടും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് പിന്നെ കിട്ടാൻ റെഡി ആയില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മലബാറിൽ പോയിട്ട് ഇതിൻ്റെയൊക്കെ സ്റ്റോണൊന്ന് വെപ്പിക്കാം. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, കാരണം രണ്ടും ഇന്ന് കിട്ടുന്ന സാധനമല്ല, കുറച്ച് ലേറ്റ് ആവുന്ന സാധനമാണ്. അപ്പോൾ പിന്നെ അവിടെ കൊടുത്തിടാം, പിന്നെ അരുണ്ണങ്ങാൻ പോയി മേടിക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. 10:50 ഉള്ളേരി അരുണിൻ്റെ ബസ് ഉണ്ടാവും. എനിക്ക് ബസ് കയറുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ കൈക്ക് ബാൻഡേജ് ഇട്ടു കേട്ടോ. ബസ്സിൽ നിന്ന് ആരെങ്കിലും തട്ടിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അല്ല, ഞാൻ കറക്റ്റായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടായിരുന്നു. ഞാൻ ബസ് കയറി പിടിച്ചതിന് ശേഷം മാത്രമേ ബസ് ഡ്രൈവർ വണ്ടി എടുക്കുള്ളൂ. അപ്പോൾ ആ ഒരു മുൻഗണന നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്ന് കൈയും കൂടി സുഖമല്ലെങ്കിൽ നല്ല കണക്കായി. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെപ്പിക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ മെല്ലെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വെറുതെ ഇങ്ങനെ കുത്തിരുന്നിട്ട് എന്തിട്ടാനാ, ഭയങ്കര ബോറടിയടോ. പിള്ളേരുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും റീലെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കേതായാലും സെൽഫ് വീഡിയോ എടുക്കാൻ അറിയത്തില്ലേ. അതെന്താ വെച്ചാൽ ചുമരിൻ്റെ മുകളിൽ പോയിട്ട് വിൽക്കാൻ പോകുമ്പോൾ പിടിക്കാനൊന്നും എന്നെക്കൊണ്ട് എനിക്ക് ആവില്ല, കൈ സുഖമില്ലാത്തതാണ്, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ദേ ഇപ്പോൾ 9:30 ആയിട്ടേ ഉള്ളൂ. മെല്ലെ പുറപ്പെടണം. കൈയില്ലാത്തതുകൊണ്ട് പതിയെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കണ്ണൊന്ന് എഴുതി ലിപ്സ്റ്റിക് ഒന്നിട്ടു. ലിപ് ഷെയ്ഡ് എങ്ങനെയുണ്ട്? നല്ല ലാസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെയാണ്. അപ്പം പോകുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. കൈ ഭയങ്കര വേദനയുണ്ട് ഗൈസ്. ആ ജാവ ഓടിച്ചപ്പോൾ തൊട്ടിട്ടുള്ള വേദനയാണ്. കൈക്കൊക്കെ പൊട്ടുണ്ടേ, ജാവ ഓടിക്കാൻ പറ്റുമോ എൻ്റെ അമ്മച്ചേ? ഓ ശരി, ടാറ്റാ. ദൈവം തന്ന ശിക്ഷ എന്ന് വേഗം മെസ്സേജ് ചെയ്തോളി, മറന്നുകൊണ്ട. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ കൈക്ക് ബാൻഡേജ് ഇട്ടിട്ട് അങ്ങനെ ആരും കാണലില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം കമൻ്റ് ഇടേണ്ട എന്താ വെച്ചാൽ, പുറത്തിറങ്ങുമ്പം മാത്രം അവൾ ബാൻഡേജ് ഇടുന്നുണ്ട്, നാട്ടുകാരുടെ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അന്നും കൂടി ഇടണേ. ബസ്സിലാണ് പോകുന്നത്. ആരെങ്കിലും തട്ടിപ്പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഈ കോപ്രായം കാണിക്കുന്നത്. ആരെങ്കിലും തട്ടിപ്പോയാൽ 2 ആഴ്ച എന്ന് പറയുന്നത് 2 മാസം കഴിഞ്ഞൊരു സാഹചര്യത്തിലേക്ക് വരും.
2 ആഴ്ച, ഒരാഴ്ച കഴിഞ്ഞ് ഇനി ഒരാഴ്ച കിട്ടും. 2 ആഴ്ച എന്നാണ് പറഞ്ഞത് എന്നോട്. കൈയിൻ്റെ മുട്ട് മക്കളെ, നമ്മൾ പൊതുവേ ഉണ്ടല്ലോ, വേഗർക്കൂട്ടോ, കൈയിൻ്റെ മുട്ട് പൊതുവേ നമുക്കൊന്ന് സാധാരണ ഒന്ന് തട്ടിപ്പോയാൽ തന്നെ ഒരു തരിപ്പാണല്ലോ. കൈയിൻ്റെ മുട്ടിനാണ് പറ്റിയത്. എക്സ്റേയിൽ പൊട്ടും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് ഒരു വള്ളി ഇങ്ങോട്ട് ഒരു വള്ളി ഇങ്ങോട്ട്. ബാഗ് ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഊരിപ്പോരുക. അപ്പോൾ കരുതി ഈ സൈഡിലേക്ക് ഇടാം. അപ്പം അങ്ങനെയാണ് ബാഗിൻ്റെ കൈ ഒന്ന് ഡ്രസ്സാക്കിയ. എന്നിട്ട് ഞാൻ പറ്റി പറഞ്ഞേ, കൈയിൻ്റെ മുട്ടിൽ എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയാൽ എൻ്റെ പൊന്നാര ഗൈസ്, അപ്പം അങ്ങനെയാണ്. നല്ല ബസ് കയറട്ടെ. ബസ് കയറിയിട്ട് ഞാൻ പറയും ഞാൻ സെലിബ്രിറ്റിയാണ്, ഒന്ന് എഴുന്നേറ്റ് തരുമെന്ന്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാനൊന്ന് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ അവർ എഴുന്നേറ്റ് തരും. കാരണം വികലാംഗയാണല്ലോ. തരുത്തള്ളേ, നിന്നെ ഈ വികലാംഗ പെൻഷനെ അപേക്ഷിച്ചിട്ടില്ലേ? നമുക്ക് 2 കൂടി ഒരുമിച്ച് അപേക്ഷിക്കാം കേട്ടോ. ഞാനിവിടെ ഉണ്ട്. എനിക്ക് വല്ലത് കിട്ടുക കഴിക്കൂ, പറയാൻ പറ്റില്ല. കിട്ടിയ ഊട്ടി ഇല്ലേ ചട്ടി. എന്നാൽ ഞാൻ വെക്കട്ടെ, ബസ് സ്റ്റോപ്പിൽ ഏകദേശം എത്താറായി. ടാറ്റാ. ബസ്സിലെ പണി പോയതാണല്ലോ, പിന്നെ എങ്ങനെ നിനക്ക് ബസ്സിൽ പണി കിട്ടി? നീ അല്ലേ അല്ല, നീ അല്ല അതിന് പാവം ബസ്സല്ലേ. ഒന്നാടെ ഗൈസ് കാട്ടുകൂടി അടുക്കുന്നത് കൂടി കൊണ്ടുപോയി. മതി. ഞാൻ അരുണിൻ്റെ കൂടെ ബസ് കയറിയതായിരുന്നു. അപ്പം സീറ്റില്ലാണ്ട് നിന്നപ്പം ഞാൻ ഒരു സെലിബ്രിറ്റിയാണ്, സീറ്റ് തരണമെന്ന് പറഞ്ഞപ്പോഴേ എല്ലാവരും ഇറങ്ങി അങ്ങ് പോയി. ആരുമില്ല, ഡ്രൈവർ പോലുമില്ല. ഒരു സെലിബ്രിറ്റിയാന്ന് പറയുന്നതിൻ്റെ ഒരു പവറേ. പ്ലസ് ചേച്ചിയെ സെലിബ്രിറ്റിയാന്ന് പറഞ്ഞപ്പോഴേക്കതേ എല്ലാവരും എനിക്ക് ചോടി. ബസ്സിലാണ്. ഞാൻ സെലിബ്രിറ്റിയാന്ന് പറഞ്ഞപ്പോഴൊക്കെ പൊട്ടിച്ചോ സെലിബ്രിറ്റിയാണെന്ന് പറഞ്ഞേ. അന്നപ്പോഴൊക്കെ ബസ്സിലുള്ളവരെല്ലാവരും ഇറങ്ങിപ്പോയിക്ക്. എത്രയോ സീറ്റിൽ നിന്ന് എനിക്ക് വേണ്ട, ഡ്രൈവർ പോലും ഇല്ലാണ്ടായി പോയി. ഭയങ്കരം തന്നെ സെലിബ്രിറ്റിയുടെ ഒരു പവർ. ഏതാ സൂര്യോട് തണുപ്പില്ലാണ്ട് കുടിച്ചിട്ട് കണ്ണ് നിറഞ്ഞത്. എത്ര പേർക്കാണ് ഇനി അടുത്ത ചലഞ്ച്? പെപ്സി അങ്ങനെ ഗ്യാസോടുകൂടെ ഇപ്പോൾ കുറച്ച് നേരം തുറന്നിട്ടിട്ട് പിന്നെ ഗ്യാസാന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്യാസോടൊക്കെ അങ്ങനെ കുടിക്കണം. നെഞ്ചത്ത് കുത്തിപ്പോയി. കാരണം ചായ കുടിച്ചിട്ടില്ല ഗൈസ്. മോൻ രാവിലെ പത്തിരിയും കറിയൊക്കെ വാങ്ങിക്കൊണ്ടു കേട്ടോ. കൈയില്ലാത്തത് കൊണ്ട് വീട്ടിൽ കുക്കിംഗ് ഒന്നുമില്ല. എന്നിട്ട് കുടിച്ചിട്ടില്ല. എന്തെങ്കിലും കുടിക്കണം. എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ എന്ന് പറയാൻ പറ്റില്ല,
ഗ്രാൻഡ് ഫാ എന്ന് പറയേണ്ടി വരും. പക്ഷെ എനിക്ക് ചേട്ടൻ വിളിക്കാനാണ് ഇഷ്ടം. കാരണം അങ്ങനെ തയങ്ങിപ്പോയതാ. ഒരു 3-4 വർഷമായി പരിചയത്തിലായിട്ട്. അപ്പം അന്ന് തൊട്ടിട്ട് എല്ലാ പിറന്നാൾക്കും എനിക്ക് ഗിഫ്റ്റ് മേടിക്കാൻ പൈസ അയക്കാറുണ്ട്. ഈ പിറന്നാളും ജൂൺ 15-ാം തീയതിയാണ് എൻ്റെ പിറന്നാൾ. ജൂൺ 15-ന് ഗിഫ്റ്റ് മേടിക്കാൻ പൈസ അയച്ചേക്കും. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പാർട്ടി വെയർ എടുത്ത് നല്ല കോസ്റ്റ്യൂം എടുക്കണം എന്ന് എപ്പോഴും പറയും. പക്ഷെ ഞാൻ വിചാരിച്ചു പാർട്ടി വെയർ എടുത്തിട്ട് എന്താക്കാനാ. ഒരു ബസ് തന്നെ പെട്ടെന്ന് എന്നെ വിട്ടുപോയി ഒരാളെ അവനെ പോലെ തോന്നിയപ്പം ശരിക്കും ഷോക്കായിപ്പോയി. ഒരു നിമിഷം പതറിപ്പോയി കഴിച്ച് ഞാൻ. നശ്വ എന്ന ബാക്കിൽ എഴുതിയ. എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, അവൻ മരണപ്പെട്ടു. പെട്ടെന്ന് എനിക്ക് അവനെ പോലെ തോന്നി. ഞാൻ ശരിക്കും അവനാന്ന് ബാക്കി പിന്നെ പറയട്ടോ. അമ്മായിയെ പെട്ടെന്ന് പോയിട്ട് കുറച്ച് ഡ്രസ്സ് മീഡിയം വീഡിയോ ഇത്രയും പോഷോക്ക് പോകേണ്ടതല്ലേ. ഫസ്റ്റ് ഇത് ഇതിന് ഏതോ ബ്ലാക്കോ ചെയ്ത് ബ്ലാക്ക് ആയിരിക്കും. ബ്ലാക്ക് എടുത്തേക്ക് ബ്ലാക്ക് എടുത്തിട്ട് അത് നമ്മൾ നോക്കാം. ട്രൈ ചെയ്യുന്നുണ്ടോ? ബ്ലാക്ക് മതി. ഒരാളെ കയ്യിൽ ബാഗ് പിടിക്കാൻ കൊടുത്ത എവിടെയാണ് കാണിക്ക്. 2 ബാഗ്. അപ്പോ അല്ല ഇതിനൊരു ഇതെടുക്കണം ടീഷർട്ട്. ഞാൻ പാവം ഹാഫ് ബിരിയാണി വാങ്ങിയാണ്. ഇവിടെ ഒരാളെ കണ്ടോ, മറ്റേ നമ്മൾ പണ്ടൊരു കൊക്കന്തുള്ളി കളിക്കൂലേ, അപ്പുറത്തും ഇപ്പുറത്തും കല്ല് വെച്ചിട്ട് അതേമാതിരി ഇസായിരുന്നു ഇതിന് അസായിരുന്നു. നോക്കോട്ടെ. കൈമലത്തതും കമ്മലും ഇവിടെ വെച്ച് റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 വള ഷേപ്പാക്കാനുണ്ടായിരുന്നു, അതവർ ചെയ്യുന്നുണ്ട്. ഇതവർക്ക് ഇവിടെ ഇല്ല, വെപ്പിക്കണം. ഡയമണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വെച്ചത് അതിൻ്റെ ബില്ല് തന്നത് 2 കൂടി 13. അത് നോക്കിയിട്ട് പറഞ്ഞിട്ട് 2 കൂടി 13,390. കമ്മലും വളയും കൂടി. എൻ്റെ പൊന്നെ, ഇത് മതിയില്ലേ?
മലബാർ ഗോൾഡ് ഇറങ്ങി മക്കളെ. ഒരു ഡയമണ്ടിൻ്റെ മാല കണ്ടുവച്ചിട്ടുണ്ട്. പൊന്നാര മക്കളെ, 4.5 ലക്ഷം രൂപ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ചെയിൻ കൊടുത്തിട്ട് മേടിച്ചാലോ എന്ന് പറയാൻ വിചാരിച്ചു. സ്റ്റാഫ് കുറേ പറഞ്ഞു നീ അത് കൊടുത്ത് മേടിച്ചോന്ന് പറഞ്ഞു. പക്ഷെ വീട്ടിൽ കയറാനും കെട്ടിയാനും മക്കളും സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. പക്ഷെ ഹസ്ബൻഡ് എപ്പോഴും പറയും കേട്ടോ, ഹസ്ബൻഡിന് ഇങ്ങനെ വലിയ മാലയിട്ട് നടക്കുന്നു തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പം ഇക്കാക്ക പറയും ജെസ്സിയെ ഒരു ഡയമണ്ട് മതി കേട്ടോ, അല്ലെ ഒരു മാല മതി കേട്ടോ എന്നൊക്കെ പറയും. പക്ഷേ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ നമുക്ക് നല്ല മാല വേണമല്ലോ. എന്നിട്ട് എപ്പോഴും എന്നോട് പറയും മാലയൊന്നും ഇടണ്ട, ഡയമണ്ട് മതി ഡയമണ്ട് മതി. പക്ഷേ എനിക്ക് ഭയങ്കര കണ്ടു പിരിഞ്ഞു മക്കളെ. എച്ചാതി ഭംഗി ഞാനെടുത്ത സമയത്ത്. എന്നോടാണോ ഞാൻ എന്താ വിളിച്ചതെന്ന് കേട്ടില്ല, അതുകൊണ്ടാ. ഞാൻ ഇവിടെ ജസ്റ്റ് മലബാറിലും പോയത്, കൈക്കൊന്ന് കുത്തിപ്പോയതാ. ഓക്കെ എന്നാ ശരി കേട്ടോ. എൻ്റെ ഫാൻസ് കണ്ടതാ. അപ്പം എന്നിട്ട് കാക്ക എപ്പോഴും പറയും, ഞാൻ ഡയമണ്ട് എടുക്കാൻ പോയ സമയത്ത്, ഞാൻ അവിടെ ഒരു എക്സിബിഷൻ പോലെ നടത്തിയ സമയത്ത് കേട്ടോ ഡയമണ്ട് എടുക്കാൻ പോയത്. 2 വർഷം കഴിഞ്ഞു, 2-2.5 വർഷം കണ്ടായി. അപ്പോൾ എവിടെ പോയാലും അതിന് ഫാൻസാണ്. ഏതായാലും എനിക്കോ യോഗമില്ല, എൻ്റെ മക്കൾക്ക് മോക്കൊക്കെ വാങ്ങി കൊടുക്കണം. ഞാൻ സ്റ്റാൻഡിലേക്ക് പോകാൻ ബസ് കയറട്ടെ. അവൻ്റെ കൂടെ 4:45 ബസ്സിന് പോകുന്നു. ഓക്കെ. കൈക്ക് ബാൻഡേജ് ഇട്ടിട്ട് എല്ലാവരും ചോദിക്കുന്നു എന്താ പറ്റിയെന്ന്. സെലിബ്രിറ്റി ആയതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും തിരിച്ചറിയുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വീഡിയോ വന്നതിന് ശേഷം എന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞത്. അപ്പോൾ എല്ലാവരുടെയും വിചാരം ഈ നെഗറ്റീവ് വരുന്നത് എന്നെ അത് ബാധിക്കുന്ന. പക്ഷെ വെറുതെയാണ്. നമ്മളെ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കാട്ടിലും നെഗറ്റീവ് ഷെയർ ചെയ്യാനാണ് എല്ലാവർക്കും ധൃതി ഉണ്ടാവുക. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം, ഡ്രസ്സ് എടുക്കാൻ പോയത് ഓൻ ചോറുന്നാൻ പോയി. പറഞ്ഞില്ല, ഓന് വേറെ അത്യാവശ്യ പരിപാടി ഉണ്ടായി. ഞാൻ ചോദിച്ചാൽ എൻ്റെ വാപ്പ വന്നിട്ടില്ല, അതാ തടി ഷേപ്പാക്കി നിൽക്കുന്ന. അവൻ്റെ വാപ്പ നല്ലോണം അറിയൂലേ എന്നെ. അത് അരുണ് വന്ന് കഥ പറഞ്ഞ. ബസ്സിൽ ആരുമില്ല ഗൈസ്. 3:30 തോന്നുന്നു ഇപ്പോൾ. ഇത് 4 മണിക്കാണ് അവൻ്റെ ബസ് എടുക്കുക. ബസ്സിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പം വേറിങ്ങോ എന്തോ പോയിട്ട് മാറ്റിയോ. അപ്പം ഞാനിങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പോൾ ഒരു ഡ്രൈവറെ കണ്ടപ്പം എനിക്ക് മരണപ്പെട്ടു പോയ ഒരാളെ ഓർമ്മയായി. ഞാൻ കുറേ കുത്തിരുന്ന് കരഞ്ഞ്. എനിക്കെന്തോ അവനെ ചിന്തിക്കാം. ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ഞാനിപ്പോൾ കരയും. അപ്പം അങ്ങനെയാണ് ഞാൻ സ്റ്റുഡിയോയിൽ പോയി 3 കൂട്ടം ഡ്രസ്സ് എടുത്തു. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരു ഏട്ടനിട്ട് സണ്ണി ചേട്ടൻ. നിലവിൽ എൻ്റെ എന്താ പറയുക, ഗ്രാൻഡ്പ്പൻ്റെ പ്രായം ഉണ്ടെങ്കിലും പക്ഷേ എനിക്ക് ഏട്ടാന്ന് വിളിക്കാനാണ് ഇഷ്ടം. കാരണം എനിക്ക് ആങ്ങളാരൊന്നും ഇല്ലാത്ത, എന്നൊരു അനിയത്തിക്കുട്ടി പോലെ, ഒരു പെങ്ങളെ പോലെ നോക്കുന്നൊരു ഏട്ടനാണ്. അപ്പോൾ നമ്മുടെ ഏട്ടന്മാർക്ക് പ്രായമായാലും നമ്മൾ ഏട്ടാന്ന് തന്നെയല്ലേ വിളിക്കുള്ളൂ. അതാണ് ഞാൻ ഏട്ടാന്ന് വിളിക്കുന്നത്. അപ്പം എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഉള്ളിയേരുന്നൊരു ഡ്രസ്സ് നോക്കണം, അരുണ് മേടിച്ചിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അതിൻ്റെ ഏതാണ് ഞാൻ എടുത്തത് ഡീറ്റെയിലൊക്കെ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയാണ്. വേറെ എന്താ പറയാനുള്ളത്, ബസ് എടുത്തില്ല. മാല എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? ഓ, അവർ ടയറിടുക അതാ.
തിരിച്ച് വീട്ടിലേക്ക് ഇവിടെ ബസ് ഇറങ്ങിട്ടോ. എൻ്റെ മോനോട് കൂട്ടാൻ വരാൻ പറഞ്ഞതാ. എന്നെ കൂട്ടാനല്ല കേട്ടോ. 2 കവറുണ്ടായിരുന്നു. ഉള്ളിയേരിന്ന് ഒരു കൂട്ടം ഡ്രസ്സ് കൂടി എടുത്തു, അരുണിൻ്റെ വകയുള്ള ഡ്രസ്സ്. അപ്പോൾ കവറെല്ലാം കൂടി എനിക്ക് പൊക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് പലഹാരങ്ങൾ, മറ്റേ ബേക്കറി ഐറ്റംസ്, ചിക്കൻ റോള് അങ്ങനെ പിടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കി. ഇതിനെല്ലാം കൂടി വെയിറ്റ് താങ്ങാൻ പറ്റണ്ടേ, അതുകൊണ്ടാണ്. കൈക്കൊന്ന് കുത്തിപ്പോയതാ വീട്ടിൽ നിന്ന്. അങ്ങനെ എന്നിട്ട് പിന്നെ സാധനം കയറി. ഭയങ്കര രസമായി ബസ് കയറിയ. കാർത്തിക എന്ന് പറഞ്ഞ ബസ്സിൽ കയറിയത് കേട്ടോ. ക്യാമറയുടെ മോളെ കാർത്തിക എൻ്റെ ഫ്രണ്ടാട്ടോ. എൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ മോളുടെ ഇഷ്ടപ്പെട്ടൊരു ഡ്രൈവറാണ് കാർത്തിക ബസ്സിൽ ഡ്രൈവറുള്ളത്. അവൾ ക്ലാസ് പോകുന്ന സമയത്ത് എപ്പോഴും ഇവൻ്റെ ബസ് പാസ് ചെയ്യും. പോക്കെന്തോ ഇവനെ കാണുമ്പോൾ നിധി കണ്ടതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ ഞാൻ പൂനൂരേക്ക് ഇവരെ വെള്ളിയാഴ്ച ബസ് ഇവൻ്റെ കൂടെ ബസ് കയറ്റി വിടും. അപ്പോൾ വാപ്പാടെ വന്ന് കൂട്ടലാണ്. എന്നിട്ട് ഇവനെ കല്യാണത്തിനൊക്കെ അവൾ പോയി ഒക്കെ ഒന്ന് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്താൽ ഞാൻ വിചാരിച്ചു അരുൺ അവനെ വീട്ടിൽ കൂടുതൽ വിളിച്ചിട്ടുണ്ടെന്ന്. കാരണം അരുണ് ദിവസം ഒരു 10-30 കത്തുമായിട്ട് ഇറങ്ങും ഓരോരുത്തരെ വിളിക്കാൻ. അരുണ് വിചാരിച്ച് മോളെ കമ്പനിക്കാരനല്ലേ ഞാൻ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ 2 ആളും വിളിച്ചില്ല. ഇവനെ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ സ്റ്റാൻഡ് കണ്ടു. കാരണം ഇവനെ നന്നായിക്കെന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ബസ് കയറിയപ്പോൾ കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു, ഒരു വികലാംഗിയാ, കുറച്ച് കയറുന്നിട്ട് തന്നെ കണ്ടക്ടർ ഉണ്ടായി, കുറച്ച് സൈഡ് വരുമെന്ന് ചോദിച്ച്. അപ്പം ഞാൻ വിളിച്ച് കൈക്ക് എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞൊന്ന് കുത്തിപ്പോയതാണ്. അതിനൊക്കെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു എനിക്ക് സംശയങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നൊരു പെണ്ണുങ്ങളുണ്ടായി. ആ പെണ്ണുങ്ങൾ ഒരൊറ്റ ചിരി. അത് കഴിഞ്ഞ് ഇവൻ കണ്ണാടി കൂടി നോക്കി ചിരിയോട് ചിരി. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചിരിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അല്ല ചിരിക്ക് നല്ലോണം ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കുന്നേ. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ എന്നോട് ചോദിച്ചു വീട്ടിൽ കൂടുതലൊക്കെ കഴിച്ചിട്ടില്ലേ എന്ന് തന്നെ. ഞാൻ പറഞ്ഞടാ നിന്നെ അരുണ് വിളിച്ച് മാമ മതി ഒന്നും പറയണ്ടെന്ന് തന്നെ. എൻ്റെ മറ്റേ കൈ ഞാൻ തല്ലി ഒടിക്കുമെന്ന് തന്നെ. ഞാൻ ആയിക്കോട്ടെ എനിക്ക് വെച്ചതാണ് മറ്റേ കൈ എന്നും പറഞ്ഞു. അങ്ങനെ സ്റ്റോപ്പിലെത്താൻ നേരത്ത് ഞാൻ അവനോട് പറഞ്ഞു വീട്ടിലിറക്കി തരൂലെന്നുണ്ടേ സ്റ്റോപ്പിലൊന്ന് നിർത്തണം കേട്ടോ. ഇത് മുമ്പിലുള്ള പെണ്ണുങ്ങളിങ്ങനെ നോക്കി ചിരിയോട് ചിരി. എന്താ ഞാൻ പറയുന്നതെന്നുള്ള പെണ്ണുങ്ങൾക്ക് മനസ്സിലായി. ഇവൻ എൻ്റെ കമ്പനിക്കാരനാണെന്നുള്ള പെണ്ണുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവളോട്ട് പറയുന്നില്ലല്ലോ എന്ത് പറ്റിയടാ എന്നെ കാത്തിക്കുക തിരിച്ചെന്നാൽ അതെങ്ങനെയാ കയറിയത്? വീണിക്കേ ഏടാ? എന്നിട്ടെന്തോ പറ്റിയോ? മോന് സൈക്കിൾ വന്ന് വീണാലൊരു മിനിറ്റ്. നമ്മൾ മര്യാദയ്ക്ക് ഡ്രസ്സും പിടിച്ചങ്ങ് പോയാൽ മതിയായി. എടാ ഡ്രസ്സ് കൈ പിടി എവിടെയെങ്കിലും ഒന്ന് ഒരു സ്ഥലത്ത് വെക്കടാ. ഞാൻ എന്നെ കൊണ്ടാവില്ല അങ്ങോട്ട് ഇറങ്ങി ഞാൻ ഓടിക്കുക. എനിക്ക് ലൈസൻസ് ഒക്കെ ഉള്ള സൈക്കിൾ ബാലൻസ് ലൈസൻസ്. ആ സാറില്ല, അതൊക്കെ നമ്മൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോട്ടെ കുട്ടി സൈക്കിളും കൊണ്ട് ഇറങ്ങിക്ക്. മോളെ സൈക്കിളും കൊണ്ടാവാൻ ഇറങ്ങി. ഒരു സൈക്കിൾ ഇവിടെയും വെച്ച് ഒരു സൈക്കിൾ പൂനൂരും വെച്ച്. പൂനൂരിൽ ലൈന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂനൂരിൽ നിന്ന് രാത്രി പുറത്തൊക്കെ പോകണമെങ്കിൽ സ്വീപ്പാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതോ ഡ്രസ്സെങ്ങാൻ കുടുങ്ങിക്ക് ഏതാ കീറിയെന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ഓക്കൊരു വാച്ച് വാങ്ങിയിട്ട് അവിടെ കണ്ടപ്പം സ്റ്റുഡിയോയിൽ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ അതിനിപ്പോൾ കച്ചറയാവുമോ എന്ന് എനിക്കൊരു ടെൻഷനുണ്ട്. കൈ ഒന്ന് കുത്തിപ്പോയതാ. ഓ കുറേ കൂടിക്ക് ഉമ്മക്കും പപ്പക്കും വീടെടുത്തെടുത്തേക്ക്. അത് വീട്ടിൽ കൂടലിന് ഒന്ന് കസേര എടുത്ത് വെച്ചപ്പോ ഒന്ന് കുത്തിപ്പോയതാ. ഇല്ലേ ഒരു ചതവ് മാത്രം. ഇത് ഇട്ടുണ്ട് കിടക്കാൻ പറഞ്ഞു. ആ മോളവിടെ ഉണ്ട്. കാക്കയും കൊറേ ആയി പറയുന്നു. പിന്നെ പോലെ ഓ വണ്ടി ഉണ്ട്, വണ്ടി ഓടിക്കാം.
ചിന്തിച്ചില്ല. ആ പ്രശ്നമില്ല, ഇത് കുഴപ്പമൊന്നുമില്ല. എന്നോടൊന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ. അപ്പൊ പുറത്തിറങ്ങുമ്പോ ആ അവിടെ നോക്കിയാൽ ആ ഞാൻ വരുന്നുണ്ട്. ആ എന്നാ ശരി. അതെൻ്റെ അയൽവാസികളാ. എന്നിപ്പം വാച്ച് മേടിച്ചിട്ടുണ്ട്. ഒരാൾക്കായിട്ട് മേടിച്ചപ്പം ചിലപ്പം പ്രശ്നമായിരിക്കും. എന്താ വെച്ചാൽ ഒരാൾക്കായിട്ട് ഡ്രസ്സോ അല്ലെ ഇരട്ട കുട്ടികളെ മാതിരിയാണ് ഞാൻ ചെയ്യാറ്. എന്ന് വെച്ചാൽ മോളൂടിയും ജനിച്ചതിന് ശേഷം മോക്കൊറ്റക്കായിട്ടൊരു സാധനവും മേടിച്ചു കൊടുക്കല്ല. മോക്ക് മേടിക്കുമ്പോൾ അതേ ടൈമിന് ഡ്രസ്സ് അവനും മേടിക്കും. രണ്ടാൾക്കും ഈക്വലായിട്ടാണ് മേടിക്കും. ഓൻ്റെ പിറന്നാൾ വരുമ്പോൾ ഓന് ഡ്രസ്സ് എടുത്തെടുക്കുമ്പോൾ ഓക്ക് വാങ്ങിക്കൊടുക്കും. ഓളെ പിറന്നാൾ വരുമ്പോൾ ഓക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഓനും മേടിക്കും. ഒരാൾക്കായിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കില്ല. ആകെ എടുത്തത് ഈ പെരുന്നാൾക്കാണ്. അതിന് ഓളോടൊരു പുതിയ ഡ്രസ്സ് മേടിച്ച് അത് ഇടാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഡ്രസ്സ് കാരണം എന്താ വെച്ചാൽ ഹൗസ് വാമിങ്ങിനേക്ക് 3 കൂട്ടം ഡ്രസ്സ് എൻ്റെ ഏട്ടത്തി മേടിച്ചു കൊടുത്തേക്ക്. ആ കോള് മേടിക്കുന്ന കേട്ടോ. ഓളി പറഞ്ഞതിൻ്റെ മാതിരി ഓളെ മോക്ക് മേടിക്കുമ്പോൾ ഒന്നിവെക്കും. ഓള് ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ ഓളൊന്ന് മേടിച്ച് മോക്ക് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ എൻ്റെ മോക്കും ചെയ്യും. അതുകൊണ്ട് ഓക്ക് ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ പെരുന്നാളിന് എടുക്കാണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റുഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ നല്ലൊരു വാച്ച് 300 രൂപയുള്ളൂ കേട്ടോ. അപ്പോൾ അതെടുത്തിപ്പോൾ പുരേ ചെല്ലുമ്പോൾ കച്ചറയായിരിക്കുമോ എന്നൊരു സംശയം. ഏതായാലും വീട്ടിലെത്തി ഒന്ന് മേല് കഴുകി ഫ്രഷായിട്ട് ഞാൻ ഏതൊക്കെയാണ് ഡ്രസ്സ് മേടിച്ചത്. സ്റ്റുഡിയോന്ന് 3-4 എണ്ണം ട്രയൽ ചെയ്തതല്ലേ കണ്ടുള്ളൂ. ഏതൊക്കെ മേടിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അരുണ് മേടിച്ചതെന്ന അരുണ് പൈസ തന്നാ കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് മേടിച്ചതാണ്. ലെഹങ്ക മേടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇനിയൊരു ലെഹങ്കയുടെ രോദനം എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു പാർട്ടി വെയർ ചുരിദാർ മേടിച്ചു. എനിക്ക് ശനിയാഴ്ച ഒരു ഷൂട്ടുണ്ട്. അപ്പോൾ ആ ഷൂട്ടിന് വേണ്ടിയിട്ട് ഏതാ കോസ്റ്റ്യൂം എന്നുള്ളത് അവർ സെലക്ട് ചെയ്തിട്ട്, ചിലപ്പം അരുണ് മേടിച്ച കോസ്റ്റ്യൂം കുറച്ച് ഹെവി ആയിരുന്നു. അത് ആ ഷൂട്ടിനുണ്ടെങ്കിൽ ഷൂട്ടിനുണ്ടു, അല്ലെ സ്റ്റുഡിയോന്ന് മേടിച്ച ക്യാമറാമാൻ അയച്ചു കൊടുക്കണം. ഏതാണ് അവർ എന്താണ് എൻ്റെ പേരെന്താണ് യൂസ് ചെയ്യാന്ന്, ഏതാ കളറ് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു കളറിന് പറ്റിയ കളർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. 3 റീലാണ് പറഞ്ഞത്, എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ ശനിയാഴ്ച രാവിലെ ഞാൻ ഡേറ്റ് അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ശനിയാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച അല്ലെ വെള്ളിയാഴ്ച രാവിലെ പോകണം. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ വീടെത്തി. ഒന്ന് പോയി മേലേക്കൊന്ന് ഫ്രഷ് ആവട്ടെ. ഭയങ്കര ടയേർഡായിക്ക്. അരുണിങ്ങോട്ട് മരണപ്പാച്ചിൽ പറഞ്ഞതാ, അതതിനേക്കാട്ടില്ല അപ്പുറം. അപ്പം അങ്ങനെയാണ്. അങ്ങനെ വീട്ടിൽ വന്ന് മേല് കഴുകി ഫ്രഷായി. അപ്പോൾ എൻ്റെ മോന് വരുന്ന വൈക്ക് സൈക്കിൾ മേലൊന്ന് കവറ് കുരുങ്ങി. അപ്പം നന്നായിക്കെന്ന് പറയുന്നവരുണ്ടാവും. നന്നായിക്കെന്ന് പറയണം, കാരണം മക്കളില്ലാത്തോളെ അങ്ങനെ പറയേ. അപ്പം നമ്മുടെ അരുണേട്ടൻ്റെ ഗിഫ്റ്റാണ് ഗൈസ് ഇത്. ഞാൻ ഇട്ട് നോക്കിയിട്ടൊന്നുമില്ല, ഇട്ട് നോക്കണം. ഫുൾ വർക്ക് വരുന്ന ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1995 എന്ന് വെച്ചാൽ 2000 രൂപക്ക് 5 രൂപ കുറവ്. അതാണ് വരുന്നത്. ഇതാണ് ചുരിദാർ വരുന്നത്. ഹെവി വർക്കാണ് വരുന്നത്. ഇനി മുന്നേ അത് കവറും എടുത്തോ, ഒന്ന് വയലിട്ട് നോക്കണം. എൻ്റെ മോന് ഇതാ സൈക്കിൾമ കുരുക്കിയിട്ട് കീറിയതാണ്. അയ്യോ ഡ്രസ്സിൽ ചളിയായ എൻ്റെ കുഞ്ഞ്. നല്ല അരുണ് അത്രമേൽ ഇഷ്ടപ്പെട്ട എടുത്തോ എന്ന് പറഞ്ഞൊരു സംഭവം. ഇതാണ് അടയ്ക്കാ പൂവുണ്ടാവും ചേറ. ഇതിന് 699 രൂപ. ഒന്നിതാണ് എടുത്തത്. പിന്നെ എടുത്തത് ഒക്കെ കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയോ? ആർക്കെങ്കിലും പോയി എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. രണ്ടാമത്തത് വരുന്നത് ഇതാണ്. ഇതാണ് രണ്ടാമത്തെ വരുന്നത്.
ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടോ നിങ്ങൾ അതിൽ കണ്ടതാണ്. മൂന്നാമത് വരുന്നത് ഇതാണ്. കൈയൊന്ന് ലൂസാക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മറന്നു പോകും. അപ്പം മൂന്നാമത്തേതാണ്. പിന്നെ അതിന് 2 ഇന്നർ മേടിച്ചിട്ടുണ്ട്. ബനിയന് പോവുകയിക്കില്ലേ മോനെ? ചെയറായതുകൊണ്ട് പോകാൻ മതി. പിന്നെ ഒരു ബ്ലാക്ക് ബനിയൻ മേടിച്ചിട്ടുണ്ട്. പിന്നത് ഇത് ആടെ എനിക്ക് വെറുതെ കിട്ടിയതാ. ഓല് ഇതൊക്കെ എടുത്തപ്പം പറഞ്ഞു നിങ്ങൾ ഒരു വാച്ചുണ്ട് അത് വെറുതെ കൊണ്ടുപോയിക്കൊള്ളി തന്നപ്പോൾ പിന്നെ വാങ്ങാണ്ടിരിക്കാൻ കഴിയില്ല. അത് വെറുതെ കിട്ടുന്ന മുതൽ നമ്മൾ വാങ്ങണ്ടാവും. അങ്ങനെ കിട്ടിയത്, അല്ലാണ്ട് ഞാൻ ഇതിൽ എനിക്ക് മേടിച്ചൊന്നുമില്ല, വെറുതെ കിട്ടിയത്. അല്ലേ മാവൻ്റെ തലേ തേങ്ങ വീണിട്ടെ, മാവനെ ഇപ്പോൾ പറയാത്തേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. നല്ലേനി അന്ന് വെറുതെ കിട്ടിയൊരു വാച്ച് കോരം ചവിട്ടണ്ടേ. അപ്പം ഇങ്ങനെയാണ് ഗൈസ് കാര്യങ്ങളൊക്കെ. ഡ്രസ്സൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിറന്നാളാണ് ജൂൺ 15-ാം തീയതി. പറയാൻ മറന്നുപോയി, ഇതാണ് കേട്ടോ സണ്ണി ചേട്ടൻ്റെ വകയായിട്ട് ഞാൻ മേടിച്ചത്. 17 അപ്പോൾ അങ്ങനെയാണ്, ഇത്രയും സാധനങ്ങളാണുള്ളത്. അപ്പം പിന്നെ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ചുവങ്ങട്ട